അതെ, ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇളം ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കര നമ്മൾ ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് അത് ചതച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റിയെടുത്തതിന് ശേഷം അത് എണ്ണയിൽ വറുത്ത് മകര് മാറ്റി വെക്കുക. ഒരു 3 കുഞ്ഞുള്ളി കൂടി വറുത്തെടുത്ത് ഈ ഇഞ്ചി വറുത്തതും ഈ ഉള്ളി കൂടി പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ പച്ചമുളക്, ഒരു 8 പച്ചമുളക് കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാവുന്നതാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് ചെറിയ തിള വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഉള്ളി പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര ലായനി കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതൊന്ന് അപ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വരുന്നതായിരിക്കും. നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കുറുകുന്നതായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരയ്ക്കും ബൈ.